നമുക്കിപ്പം പി ആർ സുനിൽ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പി ആർ സുനിൽ, ഇന്ന് പാർലമെന്റിലും കോടതിയിലും സംഭവിച്ച ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ ചോദ്യത്തിന് ആധാരം. സമരം CJP അവസാനിപ്പിച്ചു. പക്ഷേ സമരം അവസാനിപ്പിക്കുമ്പോൾ ഗവൺമെൻറ്റുമായി ഒരു കരാറിൽ അവർ എത്തിയിരുന്നു. ആ കരാറിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. അതിലൊന്ന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു, അത് സാധ്യമായി. മറ്റൊന്ന് ഈ കോമ്പൻസേഷൻ കൊടുക്കുക മരിച്ച കുട്ടികൾക്ക് എന്നുള്ളതാണ്, അത് ഗവൺമെൻറ് പ്രോസസ്സിങ്ങിലാണ്. പക്ഷെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പ്രതിഷേധിച്ച കുട്ടികളുടെ മേലെടുത്തിരിക്കുന്ന FIRകൾ റദ്ദാക്കുക, അവരെ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കുക എന്നതാണ്. അത് പാലിക്കാത്തത് കൊണ്ട് വീണ്ടും ഒരു വരവ് കൂടി വരേണ്ടി വരും എന്ന് CJP നേതാവ് അശുതോഷ് റാങ്കെ ഇന്നിപ്പോൾ സർക്കാരിന് കത്തെഴുതിയിട്ടുണ്ട്, എക്സ്ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറുഭാഗത്ത് എത്തനോൾ പെട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് E20 ജനതാ പാർട്ടി എന്ന CJPയുടെ പ്രതിഷേധത്തിന് സമാനമായ ഒരു ബദൽ പ്രതിഷേധം അപ്പുറത്ത് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ടാക്സി സംഘടനകൾ. ചുരുക്കത്തിൽ ഈ കീടങ്ങൾ തുടരുമോ? ഇനി വരാനിരിക്കുന്നത് അഗ്നിപരീക്ഷയുടെ നാളുകളോ? തീർച്ചയായും കീഴടങ്ങൾ തുടരുക തന്നെ ചെയ്യും, തുടരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 12 വർഷത്തെ ഈ മോദി സർക്കാരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ സ്ട്രെങ്ത്തിന്റെ ആദ്യ പടി ഇളക്കി എന്നുള്ളതാണ്. നമുക്ക് ചീഫ് ജസ്റ്റിസിൽ നിന്ന് തുടങ്ങാം. ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തയുടെ ഒരു പരാമർശമാണല്ലോ CJP എന്നൊരു പാർട്ടി ഉണ്ടായത്. എന്താണെന്ന് പറഞ്ഞത്, രാജ്യത്ത് തൊഴിലില്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, അവർ കോക്രോച്ചുകളെ പോലെയാണ്, അവരിൽ ചിലർ ഈ ബ്ലോഗർമാരാണ്, അവരിൽ ചിലർ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ്, ഇവരൊക്കെ തന്നെ എല്ലായിടത്തും കയറി ശല്യപ്പെടുത്തുന്നു, ആ കോക്രോച്ചുകൾ എന്നാണ് അവരെ വിളിച്ചത്. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാകുന്നത്. പിന്നീട് ആ കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെത്തി പാർലമെന്റിന് മുന്നിൽ വലിയ സമരം നടത്തുന്നു, പാർലമെന്റ് മാർച്ച് നടത്തുന്നു, അവരെ ക്രൂരമായി ഡൽഹി പോലീസ് മർദ്ദിക്കുന്നു, കേന്ദ്രസേന മർദ്ദിക്കുന്നു. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് വീണ്ടും പറഞ്ഞു, ഡോണ്ട് വേസ്റ്റ് അവർ ടൈം, വി ഡോണ്ട് ഹാവ് ടൈം ടു ലുക്ക് ദോസ് വീഡിയോസ് എന്നൊക്കെയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. ആ ചീഫ് ജസ്റ്റിസ് ഇന്ന് പറഞ്ഞു, ഡൽഹിയിൽ ഈ സമരത്തിന് നേരെ പോലീസ് നടത്തിയ നടപടി തെറ്റായിപ്പോയി. സമാധാനപരമായി സമരം ചെയ്യുക, പ്രൊട്ടസ്റ്റ് നടത്തുക എന്നത് ഭരണഘടന നൽകുന്ന അവകാശമാണ്. സമാധാനപരമായി നടക്കുന്ന പ്രതിഷേധത്തെ ലാത്തികൊണ്ടല്ല നേരിടേണ്ടത് എന്ന് ഡൽഹി പോലീസിനോട്, കേന്ദ്ര സർക്കാരിനോട് അതേ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിക്ക് പറയേണ്ടി വന്നു എന്നത് മറ്റൊരു കീഴടങ്ങലാണ്, മറ്റൊരു തെറ്റുതിരുത്തലാണ്, അല്ലെങ്കിൽ ഒരു കണ്ണു തുറക്കലാണ് എന്ന് പറയാം. ഇനി കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കേന്ദ്ര സർക്കാരിന് 2 ദിവസം കൊണ്ടൊരു നിയമ രൂപീകരണം നടത്താനുള്ള ഒരു ഭേദഗതി തയ്യാറാക്കാനുള്ള സമയം കിട്ടിയിരിക്കുന്നു. അതിപ്പോൾ പാർലമെന്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഇന്ന് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സാധിക്കും, പക്ഷെ ചെയ്യില്ല എന്നതാണ്. പക്ഷെ അപ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാം പരിഹരിക്കുമോ ഈ സർക്കാർ എന്നൊരു വലിയ ചോദ്യമാണല്ലോ. ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാം പരിഹരിക്കാം, പരീക്ഷാ തട്ടിപ്പ് പരിഹരിക്കാം, ചോദ്യപേപ്പർ ചോർച്ച ഇനി ഉണ്ടാകില്ല, അതാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന ഉറപ്പ്. നോക്കൂ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ 3 ദിവസം മുൻപ് കേന്ദ്ര സർക്കാർ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് നരേഷ് പാൽ ഗാംഗ്വാറിനെയാണ്. ഈ നരേഷ് പാൽ ഗാംഗ്വാറിനെതിരെ ഒരു വലിയ ആരോപണമുണ്ട്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്ന് ഈ നരേഷ് പാൽ ഗാംഗ്വാറിന്റെ കുടുംബം 1,16,00,000 സബ്സിഡി വാങ്ങി. 1,16,00,000 സബ്സിഡി വാങ്ങിയിരിക്കുന്നു കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൽ നിന്ന് പച്ചക്കറി കൃഷി ചെയ്തതിന്. അതാരൊക്കെയാണ്? ഈ നരേഷ് പാൽ ഗാംഗ്വാറിന്റെ അമ്മ, ഭാര്യ, മകൻ എന്നിവർക്കായി 1,16,00,000 രൂപ പച്ചക്കറി കൃഷിയുടെ ഭാഗമായി സബ്സിഡി വാങ്ങി എന്നുള്ളൊരു ആരോപണമുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരെയാണ് ഇനി ഈ പരീക്ഷകളൊക്കെ നടത്തേണ്ട ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. പ്രഹ്ലാദ് ജോഷി മന്ത്രിയായി എത്തിയിട്ടുണ്ട്. ഇനി ആ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇനി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയൊക്കെ തന്നെ സുതാര്യമാക്കുക, അല്ലെങ്കിൽ ഈ പരീക്ഷാ തട്ടിപ്പ് തടയുക, ഈ മേഖലയിൽ തുടരുന്ന അഴിമതി തടയുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ആശ്ചര്യമുണ്ട്. ഏതായാലും നാളെ ഇപ്പോൾ പാർലമെന്റിൽ ഈ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബില്ല് ചർച്ചയ്ക്ക് വരികയാണ്. അത് ചർച്ചയ്ക്ക് പ്രതിപക്ഷം ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട്. സ്പീക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയിൽ വലിയ വാഗ്വാദങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിനൊക്കെ തന്നെ ശക്തമായ അവരുടെ വാദങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയാണ്. ഈ പോലീസ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുമെന്ന് സ്പീക്കർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷാംഗങ്ങൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള അവസരമായിരിക്കും ഈ ചർച്ച എന്നുള്ളതാണ്.
നേരത്തെയൊക്കെ തന്നെ നമ്മൾ കേട്ടത് ഏതെങ്കിലും മറ്റു വിഷയങ്ങൾ നമുക്കറിയാലോ, നേരത്തെ മുൻ സൈനിക മേധാവി നടത്തിയിട്ടുള്ള ചൈനയുമായുള്ള പരാമർശത്തിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ സഭ പിരിച്ചുവിടും, രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കില്ല. വലിയ നാടകീയ കാഴ്ചകളാണല്ലോ. അവിടെ നിന്നൊക്കെ തന്നെ സർക്കാരിന് മാറേണ്ടി വന്നു എന്നത് വലിയ മാറ്റമാണ്, അതൊരു വലിയ കീഴടങ്ങലാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം, വിദ്യാർത്ഥികളുടെ ഈ സമരം, CJP തുടങ്ങിവെച്ച ഈ മുന്നേറ്റം കേന്ദ്ര സർക്കാരിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ഏതായാലും അത് നല്ല കാര്യം തന്നെയാണ്. ചീഫ് ജസ്റ്റിസിന്റെയും കണ്ണു തുറന്നിരിക്കുന്നു. അങ്ങനെ കണ്ണ് പലരും അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളൊക്കെ തന്നെ എല്ലാവരും തുറക്കട്ടെ എന്നുള്ളതാണ്. നാളെ ചർച്ച നടക്കും. ആ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും മറുപടി പറയാൻ പോകുന്നത്. പക്ഷേ അപ്പോഴും ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിലില്ല. ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. AK-47 ഉപയോഗിച്ചു പാട്നയിൽ, AK-47 ബീഹാറിൽ. AK-47 ഉപയോഗിച്ചാണ് വിദ്യാർത്ഥി സമരത്തെ പോലീസ് നേരിടുന്നത് ബീഹാറിൽ. ഡൽഹിയിൽ പെല്ലറ്റ് ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, പെല്ലറ്റ് ഗൺ. 5 പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ചു, 5 തവണ വെടിവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു. ഇതിനൊന്നും തന്നെ ആരാണ് അനുമതി നൽകിയത്? ആരാണ് ഇവർക്ക് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ അനുമതി നൽകിയത്? ഇലക്ട്രിക് ലത്തി ഉപയോഗിച്ചാണ് കുട്ടികളെ മർദ്ദിച്ചത്. ആരാണ് ഇതിന് അനുമതി നൽകിയത്? ഒരു പ്രൊസീജിയറും ഇവിടെ പാലിച്ചിട്ടില്ല. ഇവിടെ പാലിക്കേണ്ട ഒരു നടപടിക്രമവും പാലിച്ചിട്ടില്ല. അപ്പോൾ ഒരു നടപടിക്രമവും പാലിക്കാതെ ചെറിയ കുട്ടികൾ, വിദ്യാർത്ഥികൾ, അവരെയാണ് അതിക്രൂരമായി തല്ലിച്ചതച്ചത്. ഒരക്ഷരം ഇതുവരെ അതിന്റെ ചുമതലയുള്ള കേന്ദ്രസേനയുടെ ചുമതലയുള്ള ഡൽഹി പോലീസിന്റെ ചുമതലയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മിണ്ടിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പാർലമെന്റിലെത്തിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാം വീഡിയോ ഇനി വരുമോ എന്നറിയില്ല. ഏതായാലും ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോയിലൂടെ മാത്രമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ സംസാരിക്കുന്നത്. പാർലമെന്റിൽ പ്രധാനമന്ത്രിയില്ല. ഏതായാലും നാളെ ചർച്ചയിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ അമിത്ഷായ്ക്കെതിരെയുള്ള ഈ ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അമിത്ഷാ ചോദ്യമുനയിലാണ്. പീയൂഷ് ഗോയൽ, അതുപോലെ തന്നെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവർ ചോദ്യമുനയിലാണ്. കാർഷിക രംഗത്തിന്റെ പ്രതിസന്ധിയിൽ മറ്റൊരു വലിയ വിഷയമാണ് ഇപ്പോൾ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ E20 വാഹനങ്ങളുടെ കാര്യം. എത്തനോൾ പെട്രോൾ എന്ന് പറയുന്നത് ചെറിയ സംഭവമല്ല. എത്തനോൾ പെട്രോൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 50 കോടി വാഹനം ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ ഗൗരവമായ വിഷയമാണ്. 2023, അതായത് ഇന്ത്യയിൽ ഒരു 50 കോടി വാഹന ഉടമകളുണ്ടെങ്കിൽ, 50 കോടി വാഹനങ്ങളുണ്ട് എങ്കിൽ ആ 50 കോടി വാഹനങ്ങളിൽ ഏതാണ്ട് 70%-ലധികം വാഹനങ്ങളും 2023 മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കിയ വാഹനങ്ങളാണ്. 2023 ശേഷം നിർമ്മിച്ച വാഹനങ്ങൾ മാത്രമാണ് ഈ എത്തനോൾ 20% പെട്രോളിൽ ഉയർത്തുമ്പോൾ അത്തരം ആ പെട്രോൾ ഉപയോഗിക്കാൻ ശേഷിയുള്ള E20 വാഹനങ്ങളാകുന്നത്. അത് വളരെ ചെറിയൊരു ശതമാനമാണ്. അപ്പോൾ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന വാഹനങ്ങൾ, അത് ഇരുചക്ര വാഹനങ്ങളായിക്കോട്ടെ, കാറുകളായിക്കോട്ടെ, വലിയ വാഹനങ്ങളായിക്കോട്ടെ, എല്ലാ വാഹനങ്ങളെയും, എല്ലാ വാഹന ഉടമകളെയും, ടാക്സി ഉടമകളെയും ഒക്കെ തന്നെ ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. ബയോഫ്യൂവൽ എന്ന വലിയ പ്രചരണമാണ് നിതിൻ ഗഡ്കരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ കാരണം പറയുന്നത്? വലിയ കൗതുകമാണ്. അതായത് കരിമ്പ് കർഷകരെ സഹായിക്കാനാണ് എന്നാണ് പറയുന്നത്. ഈ 2025-26 കണക്ക് പ്രകാരം കരിമ്പ് കർഷകർക്ക് 79,818 കോടി രൂപയാണ് സർക്കാർ നൽകാനുണ്ടായിരുന്നത്. 79,818 കോടി രൂപ. ഇതിൽ 16,087 കോടി രൂപ ഇതുവരെ നൽകിയിട്ടില്ല. 2022 മുതൽ പെട്രോളിൽ ഇന്ത്യയിൽ 10% എത്തനോൾ കലർത്തുന്നുണ്ട്. 2022 മുതൽ 10% എത്തനോൾ കലർത്തുന്നുണ്ട്. ഇതുവരെ ഇത്രയും 10% എത്തനോൾ കലർത്തി കിട്ടിയ പണം കൊണ്ട് എന്തുകൊണ്ടാണ് കർഷകരുടെ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ പറ്റാത്തത്? ഇനി 20% കൂട്ടുമ്പോൾ എന്താണ് കർഷകർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം എന്ന് പറയുന്നത്? കർഷകർക്ക് ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. കർഷകർക്ക് എന്തെങ്കിലും നേട്ടം ഈ എത്തനോൾ നൽകുന്നതിലൂടെ, എത്തനോൾ പെട്രോളിൽ കലർത്തുന്നതിലൂടെ കിട്ടുന്നുവെങ്കിൽ ഇന്ന് രാജ്യത്ത് കർഷക സമരം ഉണ്ടാകില്ല. രാജ്യത്ത് കർഷകർ വീണ്ടും കർഷക സമരത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സംയുക്ത കിസാൻ മോർച്ച 28-ാം തീയതി വരുന്ന ദിവസങ്ങളിൽ വലിയ സമരം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. രാജ്യത്ത് കർഷകർ ഇപ്പോഴും കടക്കണിയിലാണ്. അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല. ഈ പഞ്ചസാര കമ്പനികളാണെങ്കിൽ അവർക്ക് അവരുടെ കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കുന്നില്ല. ചോളം കർഷകരായിക്കോട്ടെ, പരുത്തി കർഷകരായിക്കോട്ടെ, എല്ലാവരും പ്രതിസന്ധിയിലാണ്. അപ്പോൾ എത്തനോൾ എന്നൊരു ന്യായം പറയുന്നത് എന്താണ്? ഈ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോഴുണ്ടാകുന്ന സർക്കാരിന്റെ വലിയ സാമ്പത്തിക നഷ്ടം കുറയ്ക്കാനുള്ള ഒരു മാർഗമായി ഈ എത്തനോൾ 20% കൂട്ടുകയാണ്. ലോകത്ത്
എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ തന്നെ 20% എത്തനോൾ കലർത്തുന്ന പെട്രോൾ ഉണ്ട്. പക്ഷേ അതിന് ശേഷിയുള്ള വാഹനങ്ങളും ആ വാഹനത്തിന്റെ എഞ്ചിനും ഒക്കെ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ അതില്ല. അപ്പോൾ ശാസ്ത്രീയമായ ഒരു പഠനമോ ശാസ്ത്രീയമായ ഒരു നടപടികളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് രാജ്യത്തെ മുഴുവൻ വാഹനം ഉപയോഗിക്കുന്ന ആളുകളെയും വാഹന ഉടമകളെയും ഈ സർക്കാർ പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത്. ഇത് ചെറിയ പ്രശ്നമല്ല, ഇത് ചെറിയ പ്രശ്നമേ അല്ല, ഇത് വലിയ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ EJP എന്നൊരു പാർട്ടിയായി മാറുന്നത്. EJP എന്ന പാർട്ടിക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ നമ്മൾ നേരത്തെ CJPക്ക് കണ്ടതുപോലുള്ള വലിയ പിന്തുണ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അതൊരു മൂവ്മെന്റായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോക്കൂ, ഒരുപാട് പ്രശ്നങ്ങളാണ് സർക്കാരിനെതിരെ വരുന്നത്. അപ്പോൾ അമിത്ഷാ ചോദ്യമുനയിലാണ്, കേന്ദ്ര കൃഷിമന്ത്രി ചോദ്യമുനയിലാണ്, കേന്ദ്ര വാണിജ്യമന്ത്രി ചോദ്യമുനയിലാണ്, കേന്ദ്ര ഗതാഗത മന്ത്രി ചോദ്യമുനയിലാണ്. ഇനി പ്രധാനമന്ത്രിയുടെ ഓഫീസിന് നേരെയും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അയോധ്യയിലെ സംഭാവന തട്ടിപ്പും ഇനി വരാനിരിക്കുകയാണ്. അയോധ്യയിലെ സംഭാവന തട്ടിപ്പ് എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ചോദ്യം ചെയ്യുന്നത്? പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയ്ക്കാണ് അദ്ദേഹം ചുമതല നൽകിയത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി നേരിട്ടാണ് നിരീക്ഷിച്ചിരുന്നത്, നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം പ്രധാനമന്ത്രിക്കുണ്ട്. ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് വിഷയങ്ങളാണ് ഈ സർക്കാരിനെതിരെ ഉയർന്നു വരുന്നത്. അത് പ്രതിരോധിച്ച് മുന്നോട്ട് പോവുക മോദി സർക്കാരിനെ സംബന്ധിച്ച് ഇനി എളുപ്പമാകില്ല. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് മോദി സർക്കാരിന്റെ അവസ്ഥ മാറുന്നു എന്നാണ് എന്റെ ഈ വിഷയത്തിലെ നിരീക്ഷണം. നോക്കൂ, അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ, പ്രതിപക്ഷം ഉയർത്തുന്ന വാദങ്ങൾ, അതിനെ തള്ളിക്കൊണ്ട് കീഴടങ്ങാതെ മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് കഴിയില്ല എന്നതാണ് എന്റെ നിലപാട്. താങ്ക് യു. Meet the editors.